എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ സീരീസ് ഡേ 12 ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ കെയർ എന്ന് പറയുന്നത് ഞാൻ കഞ്ഞിവെള്ളമൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകിയിട്ടുണ്ട്. ഓക്കെ, തലമുടി. പിന്നെ ഇന്നത്തെ ഒരു ദിവസം ചെയ്യേണ്ടത് നിങ്ങൾ ഹോട്ട് ഓയിൽ മസാജിന് കാസ്റ്റർ ഓയിലും പിന്നെ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മിക്സ് ചെയ്ത് നന്നായി മസാജ് ചെയ്ത് വിടേണ്ടതാണ്. ഓക്കെ, ഇത് കുളിക്കുന്ന മുൻപ് നിങ്ങൾ നന്നായിട്ട് ഒരു 15 മിനിറ്റ്സ് മസാജ് ചെയ്ത് വിടേണ്ടതാണ്. ഞാൻ മസാജ് ചെയ്ത് വിട്ടിട്ട് കഞ്ഞിവെള്ളം വെച്ച് തല കഴുകിയിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു സെറ്റിംഗ് ആയിട്ട് മുടി ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഞങ്ങൾക്ക് ഡാൻഡ്രഫ് കൺട്രോളായി കിട്ടുന്നതാണ്. പിന്നെ ഇച്ചിനെസ്, സ്കാൽപ്പിൽ പലതരമുള്ള ഇൻഫെക്ഷൻസ്, അതായത് സ്കാൽപ്പ് ബോയിൽസ്, വെറുതെ ചൊറിച്ചിലുണ്ടാവുക, പെയിൻ ശല്യം ഉണ്ടാവുക, ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ കെയർ ആയിട്ട് വേപ്പിലയുടെ ഒരു വെള്ളം കാച്ചിട്ട് തല കഴുകി എടുക്കാവുന്നതാണ്. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. പിന്നെ നന്നായി മസാജ് ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സ്ട്രെസ്സും കുറയും, നല്ല ബ്ലഡ് സർക്കുലേഷനാണ് കിട്ടുന്നത് സ്കാൽപ്പിൽ. നമുക്ക് സ്കാൽപ്പ് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും എപ്പോഴും സ്കാൽപ്പിലുള്ള ഇൻഫെക്ഷൻസ് ആവട്ടെ, വല്ല ഡാൻഡ്രഫൊക്കെ മാറ്റിയെടുക്കാൻ ഈ ഒരു ടെക്നിക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നന്നായി മസാജ് ചെയ്യുക. അതായത് നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുക, സോഫ്റ്റ് ആൻഡ് മോയ്സ്ചറൈസ്ഡ് ആയിട്ട്. അതായത് നമ്മൾ ഫേസിൽ ഉപയോഗിക്കുമല്ലോ, ഫേസ് മോയ്സ്ചറൈസർ ഉപയോഗിക്കും. പിന്നെ പലതരം സിറംസ് ഉപയോഗിക്കും, ഫേസ് സിറംസ്, വിറ്റമിൻ സി ഇൻക്ലൂഡഡ്, അങ്ങനെ പലതരത്തിലും കിട്ടുന്നുണ്ടല്ലോ. പിന്നെ സൺസ്ക്രീൻ, അങ്ങനെയൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ പ്രോഡക്ട്സ് നമ്മൾ നോക്കി ഉപയോഗിക്കുന്നത് പോലെ തന്നെ തലമുടിയുടെ സംരക്ഷണമാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, തലയിൽ എപ്പോഴും പെട്ടെന്ന് പല രീതിയിലുള്ള സീസൺസ് കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും, തലയിലൊന്ന് എണ്ണ വയ്ക്കാനും പറ്റാത്ത അവസ്ഥ, പിന്നെ ഡ്രൈ ഫ്രീസി ഹെയർ ഉണ്ടാവുക, ഒരുപാട് നനഞ്ഞിട്ടുണ്ടാവുക, അങ്ങനെ പലതരം കണ്ടീഷൻസിൽ വരുമ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ്, ഡാൻഡ്രഫ്, അങ്ങനെ സ്കിൻ ഇറിറ്റേഷൻ ആവുന്നത് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരുപാട് ബോയിൽസിനെ കൊണ്ടും ഇവിടെ സ്കിൻ മേലെ റാഷസ് പോലെ വരും. അതായത് ഐബ്രോസിൻ്റെ മേലെ റെഡ്നെസ് ഒക്കെ ഉണ്ടാവുക, പിന്നെ വൈറ്റ് പൊടിയായിട്ട് ചിലർക്ക് കാണപ്പെടാറുണ്ട്. ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് കാസ്റ്റർ ഓയിലും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിറ്റമിൻ ഇ ക്യാപ്സ്യൂള് നന്നായി മസാജ് ചെയ്ത് വിടേണ്ടതാണ്. വിറ്റമിൻ ഇ ക്യാപ്സ്യൂള് നമുക്ക് ഞങ്ങളുടെ സ്കാൽപ്പ് മോയ്സ്ചറൈസായിട്ട് വെക്കാൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, പണ്ടൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വേപ്പിലയുടെ ആറിച്ച വെള്ളം ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്കാൽപ്പിലത്തെ പല രീതിയിലത്തെ ഇൻഫെക്ഷനും കൺട്രോൾഡ് ആയിട്ട് വെക്കാനാവും. പിന്നെ സ്കാൽപ്പ് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഒരു ഗിഫ്റ്റായിട്ട് തന്നെ നേച്ചറിൻ്റെ തന്നെ ഗിഫ്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഈ ഒരു വേപ്പില, നീം
ലീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റെഗുലറായിട്ട് നിങ്ങളെല്ലാവരും ഉപയോഗിക്കുമെന്ന് കരുതുന്നു. ഓക്കെ, ഈ ഒരു റെമഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ദിവസത്തെ എല്ലാ റെമഡി നിങ്ങൾ ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്ത് കൊടുക്കുക. ഹെയർ കെയർ, സ്കിൻ കെയറിനെ പറ്റി, ഫാഷനെ പറ്റി പല രീതിയിലത്തെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്തും കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.